ഏഴിൻ്റെ പണിയെന്ന് പറയുന്നെങ്കിലും ഭയങ്കര ഒരു കടുത്ത ടാസ്ക് തന്നെയായിരുന്നു ഷാനവാസിനും അനീഷിനും ബിഗ് ബോസ് കൊടുത്തത്. ഫാമിലിയെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഫാമിലിയെ കാണാൻ സാധിക്കുകയുള്ളൂ. തുടക്കം മുതൽ ഷാനവാസ് ഭയങ്കര കഠിന പ്രയത്നമാണ് നടത്തിയത്. ഒരുപാട് തവണ ഫെയിലായി. വീണ്ടും വീണ്ടും ടെൻഷൻ കൊണ്ടും അവരെ കാണാനുള്ള ഒരു ആഗ്രഹം കൂടുതൽ കൊണ്ടും ആകെ ഒരു ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയായിരുന്നു ഷാനവാസിൻ്റെ. ടാസ്കിനിടയിൽ പല പ്രാവശ്യം ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പെഡൽസ് എല്ലാം താഴെ വീഴുന്നുണ്ടായിരുന്നു. ഷാനവാസ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു. ലാസ്റ്റ് ആ ടാസ്ക് പൂർത്തിയാക്കിയതിന് ശേഷം ഷാനവാസ് ഓടി വരികയാണ് ലിവിങ് റൂമിലേക്ക്. ടാസ്കിനിടയിൽ അനീഷ് പറയുന്നുണ്ട് ഷാനവാസിനോട്, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ശ്രദ്ധ വിട്ടുപോകുന്നു, ടെൻഷൻ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പം സമാധാനമായിട്ട് നീ ശ്രദ്ധയോടെ ചെയ്യുന്നൊക്കെ അനീഷിന് പറഞ്ഞു കൊടുത്തിട്ട് തൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷാനവാസ് ഓടി ലിവിങ് റൂമിലേക്ക് വരികയാണ് തൻ്റെ ഫാമിലിയെ കാണാനായിട്ട്. ഷാനവാസിൻ്റെ ഫാമിലിയും അനീഷിൻ്റെ ഫാമിലിയും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളും ലിവിങ് റൂമിലിരുന്ന് ഇവരുടെ ടാസ്ക് ഫുള്ള് TV വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് റൂമിലേക്ക് ഓടി വന്നിട്ട് ഷാനവാസ് ആദ്യം തന്നെ മകളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഗുണ്ടുമണിയായല്ലോ എന്ന് പറയുമ്പോൾ മോള് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്താൽ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന സീനാണ് നമ്മൾ ലൈവിൽ കാണുന്നത്. മോളോട് കുശലമൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഭാര്യയുടെ അടുത്തോട്ട് വരികയാണ്. ഭാര്യയുടെ അടുത്ത് എത്തിയപ്പോഴും ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ പോരുന്നതിനെക്കാട്ടി ശരിക്കും നിങ്ങൾ രണ്ടുപേരും തടിച്ചല്ലോ. തുടർന്ന് അനീഷിൻ്റെ അമ്മയും അനിയനെയും പോയി പരിചയപ്പെടുകയാണ് ഷാനവാസ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വരുന്നതെല്ലാം ഞങ്ങൾ പ്ലാസ്മ TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളെ കാണാൻ പറ്റത്തുള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കടുത്ത ഒരു ടാസ്ക് തന്നെയാണെന്നും ഷാനവാസ് പറയുന്നുണ്ട്. എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഷാനവാസിനെ കണ്ടിട്ട് ഫാമിലിയുമായിട്ട് ഒരുമിച്ച് കൂടി കാണുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അനീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭയങ്കര കൂട്ടല്ലേ, അപ്പം ഞങ്ങൾ എന്നും നിങ്ങളെ TV-യിലൂടെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ സന്തോഷമെന്ന് ഷാനവാസ് മറുപടി പറയുന്നു. പിന്നെ എല്ലാവരും കൂടെ ലിവിങ് റൂമിലിരിക്കുകയാണ്. ഇനി അനീഷിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അനീഷ് കടുത്ത ഒരു ടാസ്ക്കാണിത്. എത്ര ശ്രമിച്ചിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കണക്ക്. ഒന്നാമത് ആ ടാസ്കേ കടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ഓൾറെഡി വീട്ടുകാർ വരുന്നതിൻ്റെ സന്തോഷവും ടെൻഷനും കാരണം വെച്ച് ആ ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഷാനവാസ് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ അനീഷിൻ്റെ പകുതി കൂടി ആയിട്ടില്ലായിരുന്നു ഷാനവാസ് ലിവിങ് റൂമിലേക്ക് വരുന്ന സമയത്ത്. എന്നിട്ടും ഷാനവാസ് പറഞ്ഞിട്ടാണ് വന്നത്, നീ പതുക്കെ സമാധാനമായിട്ട് ചെയ്യൂ, ഞാനവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഷാനവാസ് ലിവിങ് റൂമിലേക്ക് പോയി.